Hello, hi and welcome to Ocean Mashup. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2-3 മേക്കപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോർ അടിക്കില്ല, അതിന് സ്ഥിരം ഇടുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ വെച്ചൊരു റിവ്യൂ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു 3 to 5 minutes വീഡിയോ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെൽ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഗാർണിയർ അൾട്രാ ബ്ലെൻഡ്സ്. ഓക്കെ, ഇതൊരു ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീമാണ്. ഓക്കെ, ഇതൊരു ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ചിലവർക്ക് ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല, സോ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്കും പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾക്ക് ഇപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഡെയിലി തല ഓടിക്കാൻ പറ്റില്ല അല്ലേ, രാവിലെ ജോലിക്ക് പോകുന്നവർ മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊല്യൂഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ആകുമ്പോഴത്തേനും മുടി എല്ലാം പോകും. സോ അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെന്താണ്, മുടിയൊന്ന് മാനേജ് ചെയ്യണമെങ്കിലും അവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കാം ആദ്യം. ഓക്കെ, സോ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാട്ടോ വരുന്ന, ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ് കേട്ടോ. അതുപോലത്തെ ട്യൂബ് നിറയെ ഉണ്ട് കേട്ടോ പ്രോഡക്റ്റ്. ഇതൊരു 200 gram പ്രോഡക്റ്റാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ആയിരിക്കും അതിൻ്റെ സീൽ ഉണ്ടായിരുന്നത് വാങ്ങിച്ചപ്പോൾ. എന്നിട്ട് അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു ട്യൂബാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറത്ത് എല്ലാം ഫുൾ അവർ ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതിയിട്ട് നല്ലൊരു പാക്കേജിങ് ആട്ടോ. ഗാർണിയർ അൾട്രാ ബ്ലെൻഡ്സ് ഓയിൽ ഇൻ ക്രീം ഓയിൽ റീപ്ലേസ്മെൻറ്റ് ഓയിൽ. ഓക്കെ, പിന്നെ അതിൽ 5 precious ഹെർബ്സ് ഉണ്ട്. അതായത് ഗ്രീൻ ടീ ഉണ്ട്, ലെമൺ ഉണ്ട്, ഹെന്ന ഉണ്ട്, ആലോ ഉണ്ട്, യൂക്കാലിപ്റ്റസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. ഫോർ ഹെൽത്തി ഹെയർ, റിവൈറ്റലൈസസ് ആൻഡ് നറിഷസ് ഹെയർ വിത്ത് നോ സ്റ്റിക്കിനെസ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റിക്കിനെസ് തീരെ ഉണ്ടാവില്ല. ഓക്കെ, നാച്ചുറൽ എക്സ്ട്രാക്റ്റ് ആണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്, ഹൗ ടു യൂസ് എഴുതിയിട്ടുണ്ട്, പിന്നെ ക്ലെയിംസ് എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്, അങ്ങനെയുണ്ട്. സോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 120 rupees ഇതിന്. എവിടെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, 120 rupees ഫോർ 200 gram പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അത് 36 months യൂസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തീരും കേട്ടോ. പെട്ടെന്ന് തീരുന്നല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. ഒത്തിരി മുടിയുള്ളവർക്ക് പെട്ടെന്ന് തീരും, എന്നെ പോലെയുള്ള മുടിയുള്ളവർക്കൊക്കെ അത് ഇരിക്കും. 3 to 4 months ഒക്കെ നന്നായിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോഴും ഒക്കെ അല്ലേ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പറയാം ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പറയാം. Our solution for healthy hair, breakthrough innovation, get the nourishment of hair oils, not the stickiness. The unique oil in cream melts away without leaving sticky residue and does not weigh you down. It is enriched with 5 precious herbs, green tea, eucalyptus, aloe, lemon, henna. Discover hair that is nourished, healthier and more beautiful, thus revitalized. ഓക്കെ, അതൊക്കെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്. പിന്നെ അവർ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ അലോവേര ലീഫിൻ്റെ പൗഡർ ഉണ്ട്, പിന്നെ ഗ്രീൻ ടീയുടെ ഉണ്ട്, പിന്നെ വാട്ടർ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, മിനറൽ ഓയിൽ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, ഫ്രാഗ്രൻസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ വലിയ എന്താ പറയുക, ഒത്തിരി ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അറിയില്ല, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സയൻസ് കൂടുതൽ അറിയുന്നവർക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എഴുതിയിട്ടുണ്ട്. യൂസ് എക്സാക്ട്ലി ആസ് ഹെയർ ഓയിൽ, ബിഫോർ വാഷ്, ആഫ്റ്റർ വാഷ് ഓർ ഓവർ നൈറ്റ്. ഇൻ കേസ് ഓഫ് കോൺടാക്ട് വിത്ത് ഐസ്, റിൻസ് ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ചിലവരിപ്പോൾ രാത്രിയെല്ലാം എണ്ണ തേച്ച് രാവിലെ കുളിക്കുന്നവരുണ്ട്. അപ്പോൾ തമിഴ്നാട് സൈഡിലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്, രാത്രിയൊക്കെ എണ്ണ തേച്ചിട്ട് രാവിലെ അവർ കുളിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഞാനത് പക്ഷേ സ്കാൽപ്പിൽ യൂസ് ചെയ്തില്ല, ബട്ട് എൻ്റെ ഈ ബേബി ഹെയർസ് ഒക്കെ ഇവിടേക്ക് നമ്മളിങ്ങനെ പൊന്തി നിൽക്കുമല്ലോ മുടിയൊക്കെ കിട്ടുമ്പോൾ, സോ അതൊക്കെ ഒന്ന് ഒതുക്കാനൊക്കെ വേണ്ടി ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് അതുകൊണ്ട് അത് വലിയ അങ്ങനെ ഹെയർ ഫോൾ പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ടറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രയറൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് ജസ്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ടർ, ഓക്കെ, ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ പോലെയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ കുളിക്കുന്നതിന് മുന്നേ എണ്ണ തേച്ചിട്ട് ഇത് തേച്ചിട്ട് നമുക്ക് കുളിക്കാം. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒരു ലിവിങ് കണ്ടീഷണർ പോലെ, ഇപ്പോൾ നമ്മൾ ഷാമ്പു മാത്രമേ ഉള്ളൂ, ഡെയിലി കണ്ടീഷണർ വേണ്ട, അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും ഈ ഹെയർ എന്ന് പറയുന്നത്. ഷാമ്പു മാത്രം ഇടുമ്പോഴത്തേനും ഇങ്ങനെ നിൽക്കില്ലേ, കണ്ടീഷണർ ഇട്ടാലേ അതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കണ്ടീഷണറിന് പകരം നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിംഗ് ആണ് ഞാൻ പറഞ്ഞത്, അതുപോലത്തെ ട്യൂബ് പാക്കേജിങ് ഇങ്ങനെ എടുക്കാം. സോ ഇതൊരു കുറച്ചൊരു ലിക്വിഡ്, ഇങ്ങനത്തെ ഒരു ലിക്വിഡ്, ഒത്തിരി സെമി
ക്രീം എന്നൊക്കെ പറയാം, സെമി ക്രീമി ടെക്സ്ചറൊക്കെയാണ് ഇതിനുള്ളത്. ഒരു 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 ഐവറി കളർ, ഒരു ലൈറ്റ് പെയിൽ കളർ, വൈറ്റ് കളറല്ല, ഓക്കെ, അതുപോലത്തെ ഒരു കളറാണ്. സോ അത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, കാണുമ്പോൾ നമുക്കൊരുമാതിരി സ്റ്റിക്കി പോലെ ഉണ്ട്, നിറയെ വാട്ടർ കണ്ടൻറ്റ് ഉള്ള പോലെ ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ മുടിയിൽ നമ്മളിതുപോലെ അപ്ലൈ ചെയ്യുക. അതുപോലെ നമുക്ക് സ്പ്ലിറ്റൻസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. അതുപോലെ ഇപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു ഹെന്നയുടെ നല്ല സ്മെല്ലുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ടീ ഇല്ലേ, ഗ്രീൻ ടീയും ഹെന്നയും കൂടെ ചേർന്ന ഒരു സ്മെല്ല് വരില്ലേ, അതുപോലെയാണ്. നമ്മൾ ഈ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യില്ല, അതിൻ്റെ ഒരു സ്മെല്ലാട്ടോ ഇത് വരുന്നത്. സോ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാതെ. സോ ഇത് കണ്ടോ, കുറച്ചൊരു എന്താ പറയുക, ഒരു ഓയിൽനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ, കണ്ടോ, ഇതുകൊണ്ട് ഇതുപോലെ ഉണ്ടാവും. ബട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഈ വെള്ളമെല്ലാം നല്ല അബ്സോർബ് ഇവോപ്പറേറ്റ് ആയിട്ട് നല്ലൊരു ലൈറ്റായിട്ട് കിട്ടും മുടി നമുക്ക്. ഓക്കെ, പിന്നെന്തെന്നാ, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ കേട്ടോ. നല്ല സ്മെല്ലാണ്, ഒത്തിരി അങ്ങ് എന്താ പറയുക, ചിലവർക്ക് സ്മെല്ല് ഒത്തിരി ഇഷ്ടമല്ല. സോ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ പാൻറ്റീൻ്റെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. യൂസ് ചെയ്തതിന് ശേഷം അത് രണ്ടിൻ്റെയും കൂടി ഒരു കമ്പാരിസൺ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ, യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണിത്. പിന്നെന്താ, ഇത് തേച്ച് കഴിയുമ്പോൾ നമ്മൾ ഷാമ്പൂ ഒക്കെ ഇടുമ്പോഴത്തേനും മുടിക്കൊരു ബ്രൗൺ കളർ പോലെ തോന്നില്ലേ, ബട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ നാച്ചുറൽ കളർ കിട്ടും. അതായത് ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അതായത് കളർ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഒരു കളർ തരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ തരുന്നുണ്ട് നമ്മുടെ മുടിക്ക്. ഓക്കെ, പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്താൽ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ഇങ്ങനെ ടൈൽസിലൊക്കെ കാണാം അതിൻ്റെ ആ ഒരു എണ്ണയുടെ ആ ഒരു മയം എന്ന് പറയുമല്ലോ, അതിങ്ങനെ ഇരിക്കുന്ന കാണാം കേട്ടോ നമുക്ക്. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. വലിയ പ്രശ്നമുള്ള ഒന്നുമല്ല, നന്നായിട്ട്, അതായത് ഡെയിലി യൂസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡെയിലി കുളിക്കണ്ട, അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാം, ഒന്ന് മാനേജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെന്താ വേറെ, അത്രയൊക്കെ തന്നെയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാം. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്തതിൽ സോ ഫാർ സോ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇതിനെ കൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചല്ല, ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഗാർണിയർ അൾട്രാ ബ്ലെൻസ് ഓയിലിംഗ് ക്രീം, ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീം. ഓക്കെ, അതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ, അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.